ഞാൻ ഇന്നൊരാളുടെ പുസ്തകം വായിച്ചു, എല്ലാം നല്ലതിനാണ് എന്നുള്ള പുസ്തകം. ഗോപാലകൃഷ്ണനായി ജനിച്ചു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായി ജീവിച്ചു, അതോടൊപ്പം യുക്തിവാദി പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ധാരാളമായി ശ്രമിച്ചൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, അതിന്റെ ആശയങ്ങൾ പഠിക്കാൻ തോന്നുകയാണ്. ആ തോന്നിയ സാധുവായ മനുഷ്യൻ പിന്നീട് എത്തിച്ചേർന്നത് ഇസ്ലാം എന്ന വിളക്കുമാടത്തിന്റെ മുമ്പിലാണ്. ആ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച വേദനകളെക്കുറിച്ച് അദ്ദേഹം എഴുതി വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടലും അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ സമയങ്ങളും, അതോടൊപ്പം തന്നെ പകൽ വെളിച്ചത്തിൽ ഉതുവെടുക്കാൻ വരെ ഭയപ്പെട്ടിട്ട് രാത്രിയുടെ യാമങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത എഫോർട്ടുകളൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. 32 വർഷമായിട്ട് ഈ മതത്തിൽ ജീവിക്കുക, ഇന്ന് വരെ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഒരു 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 മുട്ടുസൂചി കൊണ്ടുപോലും ഒരു കുത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ. ഒരിക്കൽ പോലും ഈ മതം വിശ്വാസത്തിന്റെ പേരിൽ ഒരിക്കൽ പോലും ഒരു വേദന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഈ മതത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ചില മനുഷ്യർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ അല്ലാഹു തആല അവന്റെ അളവറ്റ ഔദാര്യം കൊണ്ട് ഈ മതം നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ വികലമാക്കിയിട്ട് നമുക്കൊരു വേദന തോന്നില്ല നാലിക്കാണ്, ഒരു പ്രയാസം നമുക്ക് തോന്നില്ല നാലിക്കാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളിൽ ആർക്കെങ്കിലും ഒന്ന് ബോധ്യപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവസാനമായി ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് അള്ളാഹ് ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? ഖബറും മഹ്ശറയിലും ഒക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അള്ളാഹിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഹിസാബ് നേരിടേണ്ടി വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങളോട് ഈ എളിയവനായ വിദ്യാർത്ഥിയായ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ സൂക്ഷിക്കണം. ഒരവസരമേ ഈ ദുനിയാവിലുള്ളൂ, ഒരവസരം മാത്രമേ ഈ ദുനിയാവിലുള്ളൂ. ഇവിടുന്ന് പോയാൽ ഇനി ഒരു തിരിച്ചു വരവ് നമുക്കില്ല. അതിനെന്ത് വേണം? അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച ഈമാന്റെ തിരുനാളം കെടാതെ മരണമാകുന്ന ബോർഡറിലേക്ക് നമ്മൾ എത്തണം. നിങ്ങൾ ഈ നാരങ്ങ സ്പൂണ് മത്സരം കണ്ടിട്ടില്ലേ? ആദ്യം കൂടി എത്തുക എന്നുള്ളതല്ല, എത്തുമ്പം അവന്റെ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകുക എന്നുള്ളതാണ് വിജയിക്കുള്ള മാനദണ്ഡം. എന്ന് പറഞ്ഞതുപോലെ മരിക്കുക എന്നുള്ളതല്ല, മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, അള്ളാഹിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധവും ബോധ്യവും വേണം. ഈ കളിയും ഈ തമാശയും ഈ വഞ്ചനയും ഈ പറ്റിക്കലൊക്കെ ഇതെല്ലാം തീർന്ന് അവസാനം പെട്ടിക്കീറുന്ന ഒരു ദിവസമുണ്ട്. അന്ന് പിന്നെ ഒരു മടക്കമില്ല. അവിടെ അയാൾ പറഞ്ഞിട്ടാണ്, ഇയാൾ പറഞ്ഞിട്ടാണെന്നും നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹിന്റെ കൂടുതൽ നമ്മൾ രക്ഷപ്പെടില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയെങ്കിലും മരിച്ചാൽ പോരാ, ഈമാനോടുകൂടി മരിക്കണം. ഈമാനോടുകൂടി മരിക്കാൻ എന്ത് വേണം? തഖ്വയോടുകൂടി ഈമാനോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും വാക്ക് കേട്ട് വഞ്ചിക്കപ്പെട്ട് തനിച്ച കുഫ്രിയത്ത് കൽവിൽ കയറ്റി തോന്നിവാസിയായിട്ട് ജീവിക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വേദന വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ആരെ ആക്ഷേപിക്കാൻ വേണ്ടിയൊന്നുമില്ല. കേൾക്കുമ്പോൾ ചില കളവുകളൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വന്നിട്ട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.